രേണുക തന്നെ കാണാൻ വന്നുവെന്നും ഒരു കാരണവശാലും ഞാൻ പറഞ്ഞതായി ആരും അറിയരുതെന്നും നന്ദന ഹരിയോട്. നന്ദനയും ഹരിയും ഗായത്രിയെ കാണാൻ പുറപ്പെടുന്നു. ഗായത്രിയുടെ വീട്ടിലെത്തുന്ന നന്ദനയും ഹരിയും. ഗായത്രിയിൽ നിന്നും ഉദയനെ വിളിക്കുന്ന കുട്ടിയുടെ വിവരങ്ങൾ അറിയാനുള്ള ഹരിയുടെയും നന്ദനയുടെയും ശ്രമം. കുട്ടിയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് ഗായത്രി എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഹരി നന്ദനയോട്. വൈകിയെത്തുന്ന നന്ദനയെ ചോദ്യം ചെയ്യുന്ന കാർത്തിക. ഓഫീസിൽ നിന്നും താൻ വൈകിയെത്തിയ വിവരം കാർത്തികയ്ക്ക് മനസ്സിലായി. എന്നാൽ തന്റെ ഭർത്താവ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് നന്ദന ഉദയനോട്. ഹരിയുടെ ജാതകത്തെപ്പറ്റി ജ്യോത്സ്യൻ പറഞ്ഞ വിവരങ്ങളുമായി അച്യുതൻ. ഇനി തുടർന്ന് കാണുക. സർവത്ര വിഘ്നങ്ങളാ എന്ന് വെച്ചാ ഗുരുതരമായ തടസ്സങ്ങൾ. കല്യാണങ്ങൾ മുടങ്ങുന്നത് ലോകത്താദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഹരിയുടെ കാര്യത്തിൽ അങ്ങനെയാണോ? ഒരു കല്യാണം മുടങ്ങുന്നു, അതേ തുടക്കത്തിന്റെ ബാക്കി എന്നോണം അവന്റെ സകല കാര്യങ്ങളിലും താളപ്പഴയുണ്ടാവുന്നു. ഈശ്വര, ജ്യോത്സ്യൻ പ്രതിവിധിയൊന്നും പറഞ്ഞില്ലേ അച്ചോട്ടാ? അതെ, പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും കാണുമല്ലോ. തീർച്ചയായും പ്രതിവിധിയുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച നീലാഞ്ചനം, ഗണപതിക്ക് കറുകമാല, കഴിവതും പെട്ടെന്ന് ഒരു ശനീശ്വര പൂജ. അതോടെ ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളൊക്കെ വിട്ടകലുമെന്നാണ് ജ്യോത്സ്യന്റെ അഭിപ്രായം. എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ കഷ്ടകാലം ഒന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാത്ത ഒരു കാര്യം കൂടെ ഞാൻ ജ്യോത്സ്യനോട് ചോദിച്ചു. അതായത് ഹരിപ്രസാദിന് വിവാഹയോഗം ഉണ്ടോ എന്ന്. ചെറുക്കന് ജാതകപ്രകാരം കല്യാണം കഴിക്കാനുള്ള യോഗം ഇല്ലെങ്കിൽ വെറുതെ ആലോചന നടത്തിയിട്ട് എന്താ കാര്യം? ഗോവിന്ദ പണിക്കരെ കൊണ്ട് ആ സംഗതി നോക്കിച്ചു. എന്നിട്ട് എന്താണെന്ന് വെച്ചാ പറ അച്യുതേട്ടാ. നമ്മളാരും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പ്രഭാകര. ഹരിപ്രസാദിന് വിവാഹയോഗമുണ്ട്. എന്റെ ദൈവമേ, 32 വയസ്സിന് മുമ്പ് ഹരിയുടെ കല്യാണം നടക്കും. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ ശകലം ബുദ്ധിമുട്ട് വന്നാണ് പ്രശ്നവിധി. അപ്പൊ സമയമുണ്ട് എന്ന് വെച്ച് വെറുതെ ഇരിക്കണോ? ഉള്ള സമയം പ്രയോജനപ്പെടുത്തണം. ശ്രുതിയുമായുള്ള ആലോചനയ്ക്ക് ഒരു തടസ്സം വന്ന് നിൽക്കുന്ന കാര്യം കൂടി ജ്യോത്സ്യരോടൊന്ന് പറയായിരുന്നു. അങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ രേണുക? ഇപ്പറഞ്ഞ പൂജകൾ നടത്തുന്നതോടെ മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാം. ഇപ്പൊ ഇവർ ഇങ്ങോട്ട് വരാൻ നിന്നെ വിളിച്ചിരുന്നോ രേണുക? ഇല്ല. വാ സതിയമ്മേ, കേറി വാ. വരണം. വാ, ഇരിക്കണം. മോളെ കൂടി കൊണ്ടുവരാതിരുന്ന എന്താ? ഇനിയിപ്പോ അവളെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വിളിക്കുന്ന രേണുകെ? അഥവാ ഞാൻ വിളിച്ചാലും ശ്രുതി കൂടെ വരുവോ? വിശേഷിച്ച് പറയാതെ എല്ലാവർക്കും എല്ലാം അറിയാലോ. ഞാനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പലതവണ ആലോചിച്ച ശേഷമാ സത്യം പറഞ്ഞ ഞാൻ വന്നത്. സതിയമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാല്ലോ. നമ്മള് തമ്മി യാതൊരു മുഷ്പവും ഇല്ല. ഇതുവരെ ഇല്ല, ഇനി മുഷി ഉണ്ടാകേണ്ട കാര്യവും ഇല്ല. അതുകൊണ്ടുകൂടിയാ ഞാൻ വന്നത്. ഹരിയുടെ അച്ഛനും അമ്മാവനും രേണുകയും എന്താ വിചാരിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി. എന്തായാലും പറ സതിയമ്മേ. നിങ്ങൾ 3 പേരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടവരാണ്. ഈശ്വര സഹായിച്ച് അല്ലലില്ലാതെ കഴിഞ്ഞു പോന്നു. അതൊന്നും അല്ല, അത്യാവശ്യം വേണ്ട ജീവിത സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. 2 മക്കളേ ഉള്ളൂ. സജീവ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഗൾഫിൽ പോവും. പിന്നെയുള്ളത് ശ്രുതിയാ.
ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളല്ലേ സതിയമ്മേ? എന്നാലും പറയാനുള്ളത് ഞാൻ പറയണ്ടേ ഹരിയുടെ അച്ഛ. എനിക്ക് മക്കൾ 2 പേരാണെങ്കിൽ ഇവിടെ ഒരാളേ ഉള്ളൂ. ഇവിടുത്തെ സാഹചര്യങ്ങൾ അറിയുന്നതിനു മുമ്പാ ഞാൻ ഹരിയെ കണ്ടത്. പഠിപ്പോ ശമ്പളമോ ഉദ്യോഗമോ ഒന്നുമല്ല, ഹരിയുടെ സ്വഭാവ ഗുണമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതുകൊണ്ടാ പഴയ ചില സംഭവങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ അത്ര കാര്യമാക്കാതിരുന്നത്. നന്ദനെ ഹരിയായിട്ട് ഇപ്പോഴുള്ളത് രഹസ്യബന്ധമൊന്നും അല്ലെന്ന് എനിക്കറിയാം. സതിയമ്മയുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ, സതിയമ്മയ്ക്ക് പറയാനുള്ളത് മുഴുവൻ കേക്കട്ടെ രേണുകേ. ഒറ്റ മോളായ ശ്രുതിയെ എന്തിനാ ഹരിപ്രസാദിനെ കൊണ്ട് കെട്ടിക്കാൻ ഇത്രയും താല്പര്യപ്പെടുന്നതെന്ന് ആർക്കായാലും തോന്നാം. അവൾക്ക് പ്രായം കഴിഞ്ഞു പോയിട്ടില്ല. നേരത്തെ ഒരു കല്യാണം നടത്തി അത് ഒഴിഞ്ഞു നിൽക്കേയല്ല. ആവശ്യത്തിന് പൊന്നും പണവും ഇല്ലാഞ്ഞിട്ടുമല്ല, ആരും ഇല്ലാത്തതുകൊണ്ടുമല്ല. എന്നിട്ടും ഹരിപ്രസാദ് മതിയെന്ന് പറയാൻ എന്താ കാരണം? ഹരിപ്രസാദിനെ മതിയെന്ന് ഇന്നേ വരെ ഒരു വാക്ക് ശ്രുതി എന്നോട് നേരിൽ പറഞ്ഞിട്ടില്ല രേണുകെ. പക്ഷേ എന്റെ മോളുടെ മനസ്സ് നിറയെ ഹരിയാ. അത് വെറും ഇഷ്ടോ പ്രേമോ ഒന്നുമല്ല. എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കൊട്ടറിയാനും വയ്യ. എപ്പോഴും എല്ലാവരോടും സംസാരിച്ച് നടക്കുന്ന പ്രകൃതമാണെങ്കിലും ഇതുവരെ ഒരു ആമ്പിള്ളേരെയും ചേർത്ത് ശ്രുതിയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല. 3 കൊല്ല ബാംഗ്ലൂരിൽ പഠിച്ചത്, അവിടെയും കേൾപ്പിച്ചിട്ടില്ല ഒരു പേരുദോഷം. പക്ഷേ ഹരിപ്രസാദ് ശ്രുതിയുടെ മനസ്സിൽ കയറിക്കൂടി. ഞങ്ങൾക്കും അതൊക്കെ അറിയാൻ സതിയമ്മേ. അതുകൊണ്ട് മോളെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും ഹരിക്ക് വേണ്ടി ആലോചിച്ചതും. ഫോണിൽ ആദ്യം സതിയമ്മ അയച്ച ശ്രുതിയുടെ ഫോട്ടോ കണ്ടപ്പോഴേ രേണുക പറഞ്ഞു ഇത് നമുക്കുള്ള കുട്ടിയാണെന്ന്. ഞാനും പറഞ്ഞു. അപ്പൊ ചോദിക്കാം, കല്യാണ നിശ്ചയ ചടങ്ങിന് എന്തിനാ ശ്രുതി പിണങ്ങിയെന്ന്? അത് പിണക്കമല്ല, ദേഷ്യമല്ല, വിഷമോ. അവിടെ സങ്കടം അവൾ അങ്ങനെയാ കാണിച്ചത്. മോതിരം അണിയിച്ച് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് വേണോ വേണ്ടയോ എന്ന സംശയത്തിൽ ഹരി നിന്നു. അന്നേരം അവൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഞങ്ങൾക്കത് മനസ്സിലാവും സതിയമ്മേ. ആ, നിങ്ങൾ പോയതിനു ശേഷം അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. എന്നാലും ഞങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട് സതിയമ്മേ. രേണുകെ, കാര്യങ്ങൾ പറ. തടസ്സങ്ങളുണ്ടെങ്കിലും 32 വയസ്സിനകം ഹരിയുടെ കല്യാണം നടക്കൂന്നാ സതിയമ്മേ ജോർജിന് പറഞ്ഞത്. അതിന്റെ ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാ സതിയമ്മ കയറി വരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നടക്കട്ടെ. നല്ല കാര്യം, കേൾക്കുമ്പോ സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് 2 വീട്ടുകാർക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുമെന്നാ ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ രേണുകെ, എന്തുപറ്റി? നമ്മൾ മാത്രം പ്രതീക്ഷിച്ചാ മതിയോ? ഹരിപ്രസാദ് പിന്നെ ഞങ്ങളെ ആരും ഒന്നും വിളിച്ചിട്ടില്ല. വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പോട്ടെ, ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നു. മനഃപൂർവ്വം ഞങ്ങളുമായി ഒരു അകല വിടുകയാണെന്നല്ലേ അതിനർത്ഥം? എവിടെയാ ഹരി? അകത്തുണ്ടെങ്കിൽ ഒന്ന് വിളിക്കരേണുകെ. സതിയമ്മേ, ഹരി അങ്ങ് വന്നില്ലേ? പിറ്റേന്ന് രാവിലെ അവൻ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടതാണല്ലോ. വീട്ടിൽ വന്നില്ല. ഇല്ലേ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. തൃശ്ശൂർ എത്തിയെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോ ഹരി വിളിക്കുകയും ചെയ്തു. എങ്കിൽ രേണുകെ, ഹരി ഞങ്ങളുടെ വീട്ടിലേക്കല്ല വന്നത്. ഓഫീസിൽ പോകുന്നുണ്ടെന്നും എല്ലാവർക്കും സുഖമാണെന്നും അല്ലേ ഇന്നലെ അവൻ പറഞ്ഞത്? ആ, ഇവിടെ നിന്ന് പോയി തൃശ്ശൂർ എത്തി. സതിയമ്മയുടെ വീട്ടിൽ ചെന്നിട്ടുമില്ല. അത് കൊള്ളാമല്ലോ. ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാൻ അവന് മടിയാ. ഞാൻ വിളിക്കുമ്പോ പറയും ഇങ്ങോട്ട് വിളിക്കാന്ന്. ആ, എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. അച്ചുവമ്മാവാ. ആ ഹരി,
ഞാനാണെന്ന് അറിഞ്ഞിട്ടും ഫോൺ എടുത്തല്ലോ, സന്തോഷം. അതെന്താ അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? ഓ ഒന്നുമില്ലേ. നീ ഇപ്പൊ എവിടാ? ഞാൻ ഓഫീസിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. എന്താ അമ്മാവ? ആ, ഇയാള് പോയിട്ട് വിവരമൊന്നുമില്ല, അതുകൊണ്ട് വിളിച്ചതാ. സുഖമായിട്ടിരിക്കുന്നോ? ആ, ഡാ, സതിയമ്മേ സജീവൊക്കെ എന്ത് പറയുന്നു? അവർക്ക് കുഴപ്പമൊന്നുമില്ല. ആ ആ, അത് ശരി. ആ ഫോണിങ് തന്നെ അച്ചോട്ടാ. ഞാൻ വൈകിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിളിക്കാം അമ്മാവ. ഇപ്പോഴെന്താ നിനക്ക് സംസാരിക്കാൻ സമയമില്ലേ? അമ്മേ, എന്താ അമ്മ ഫോൺ ചെയ്തൂടെ? തൃശ്ശൂര് നീ ഇപ്പൊ ഓഫീസിൽ തന്നെയാണോ താമസിക്കുന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുതിയ ഓർഡറാണോ അതോ നീ ഉണ്ടാക്കിയ നിയമമാണോ? അമ്മേ, സത്യം പറയടാ, നീ പിന്നെന്താ സതിയമ്മയുടെ വീട്ടിൽ ചെല്ലാതിരുന്നത്? അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടില്ലേ ഇവിടുന്ന് ഇറങ്ങിയത്? അമ്മേ, അത് കള്ളം പറയാൻ നോക്കണ്ട നീ. സതിയമ്മ എവിടെയുണ്ട്? മോശമായിപ്പോയി. രാവിലെ പോകാൻ നേരം അച്ഛൻ നിന്നോട് എന്താ പറഞ്ഞത്? അവനവനിൽ നിന്നും ഒളിച്ചോടരുതെന്ന്. എല്ലാം സമ്മതിച്ചിറങ്ങിയിട്ട് അപ്പഴേ നീ അതൊക്കെ മറന്നു അല്ലേ? മതി രേണുകെ, പോട്ടെ. ശരി, രാത്രി വിളിക്കാം. ബാക്കി അന്നേരം പറയാം. അത്രയും പറയണ്ടായിരുന്നു രേണുകെ. ഹരി വിചാരിക്കും ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചതാണെന്ന്. അങ്ങനെ ഒന്നും വിചാരിക്കില്ല. അല്ലെങ്കിൽ വിചാരിക്കട്ടെ, അതിനെന്താ? സതിയമ്മയുടെ വീട്ടിലല്ലെങ്കിൽ പിന്നെ അവൻ എവിടെയാ താമസിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഇല്ല, വല്ല ഹോട്ടലിലും ആയിരിക്കും. വൈകിട്ട് ചോദിക്കാം. എന്തായാലും എനിക്കതൊരു പ്രയാസമായി. ഹരി എത്ര പെട്ടെന്നാ ഞങ്ങളെ അന്യരായിട്ട് കരുതിയത്. അങ്ങനൊന്നും അവൻ വിചാരിച്ചു കാണില്ല. സതിയമ്മയും ശ്രുതിയും കാണാനൊരു ബുദ്ധിമുട്ട്, അതൊഴിവാക്കാൻ കുറെ ദിവസം മാറി നിന്നതാ. അത് നീ കണ്ടെത്തുന്ന ന്യായം. പക്ഷേ അതൊരു ന്യായമല്ല. ഡേ, നീ സതിയമ്മയെ വിളിച്ചോണ്ട് പോയി ചായയോ വെള്ളമോ എല്ലാം കൊടുക്കണേ. ഓ, അത് മറന്നു. ദാ, വാ സതിയമ്മേ. ആ, ഹരിയുടെ വിഷമം അത് അങ്ങനെ. ആ, രണ്ടമ്മമാരുടെ വിഷമം അത് ഇങ്ങനെ. ശ്രുതിക്കറിയാവോ സതിയമ്മ ഇങ്ങോട്ടാ വന്നെന്ന്? ഇല്ല, ഞാൻ പറഞ്ഞില്ല. മറ്റൊന്നും കൊണ്ടുമല്ല. ഒന്നാമത് അവള് സമ്മതിക്കില്ല ഞാൻ ഇങ്ങോട്ട് വരാൻ. പിന്നെ നമ്മളിവിടെ പറയുന്ന വിവരം ശ്രുതി അറിയണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മള് രണ്ടുപേരും കൂടിയാ ഈ ആലോചനയ്ക്ക് തുടക്കമിട്ടത്, നിങ്ങളുടെ അടുക്കളയിൽ വെച്ച്. സതിയമ്മ ഓർക്കണുണ്ടോ? കുട്ടികളുടെ വിവരം തുടക്കത്തിലെ പറഞ്ഞിരുന്നില്ലെന്നുള്ളത് ഒരു പോരായ്മയായിരിക്കും. എന്നാലും അതൊരു തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കളുടെ കല്യാണം നടന്നു കാണാൻ നമുക്ക് സമയമായിട്ടില്ലായിരിക്കും. രേണുകയുടെ ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഒരു ദിവസം നന്ദനം വീട്ടിൽ വന്നപ്പോ പിടിച്ചു നിർത്തി ഞാൻ ശകലം സംസാരിച്ചു. സജീവന് ജോലി കൊടുത്തത് നന്ദനയാ എന്ന് കരുതി നമുക്ക് പറയാനുള്ളത് പറയണ്ടേ? വീട്ടിൽ വന്ന് ഹരിപ്രസാദിനെ കാണുന്നത് ഒഴിവാക്കണമെന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഒന്നും മിണ്ടാതെ നിന്ന് കേട്ടു. അധികം സംസാരിച്ചില്ല ഞാൻ. നന്ദനയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞില്ല ഞാൻ. ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴും തുറന്നു പറഞ്ഞാൽ പ്രയാസമുണ്ട് എനിക്ക്. കുഞ്ഞുനാള് മുതലേ എനിക്ക് നന്ദനെ അറിയാം. പാവ, ഒരുപാട് മനപ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. നന്ദനെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഹരിയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ മോനായതുകൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എന്ന് കരുതി നന്ദനെ പൂർണ്ണമായിട്ടും ന്യായീകരിക്കുന്നുമില്ല. ഞാനിങ്ങോട്ട് വന്നത് ഒരു അപാകതയായിട്ട് രേണുകയ്ക്ക് തോന്നുന്നുണ്ടോ? ഹേയ്, ഒരിക്കലുമില്ല. മക്കളെ മറ്റെന്തിലുമേറെ സ്നേഹിക്കുന്ന അമ്മമാരാണ് നമ്മള്. ശ്രുതിയുടെ വിഷമം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാ സതിയമ്മ വന്നത്. ഹരിയുടെ അവസ്ഥ സഹിക്കാൻ കഴിയാതെയാ ഞാനിവിടെ നിൽക്കുന്നത്. നിശ്ചയം മുടങ്ങിയ സ്ഥിതിക്ക് സതിയമ്മയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനെയല്ല പെരുമാറുന്നത്. മേലാൽ ഞങ്ങളുടെ വീട്ടിൽ കണ്ടുപോരെന്ന് പറയുമായിരുന്നു. അവന്റെ ബാഗും മറ്റും എടുത്ത് ദൂരെ എറിയുമായിരുന്നു. സതിയമ്മയോ
ഹരിയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചു വന്നു. അത് ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ലല്ലോ, ഹരിയോടുള്ള സ്നേഹം കൊണ്ടും കൂടിയല്ലേ. എന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ പോലെ എന്റെ മോനെ സ്നേഹിക്കുന്ന മറ്റൊരമ്മ. അങ്ങനൊരു സ്ഥലത്താ അവൻ എത്തിച്ചേരേണ്ടത്. മറിച്ച് അതിനു പകരമായി എനിക്ക് വേണ്ടത് ഒരു മോളെയാണ്. ശ്രുതിയിൽ അങ്ങനെ ഒരാളെയാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ വെറും ആഗ്രഹങ്ങളായി അവശേഷിക്കില്ലേ രേണുകെ? ഇല്ല സതിയമ്മേ, ദൈവം എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലതവണ തെന്നിമാറി പോകാൻ തുടങ്ങിയിട്ടും നമ്മൾ പിന്നെയും ഇതേ കാര്യം പറയുന്നത്. സതിയമ്മയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നിയത്. നമ്മുടെ കുട്ടികൾ ഒന്നിക്കും, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഏയ്, വണ്ടി നിർത്തിയേ. വണ്ടി അങ്ങോട്ട് വിടും. മതി, ഇവിടെ നിർത്തൂ. ആ നന്ദന, ആ, ഹലോ, പെട്ടെന്നൊന്ന് വരണം. എന്തു പറ്റി? കാര്യമുണ്ട്, വേഗം ഒന്ന് വരുമോ? എന്താന്ന് പറ. ആ ഗായത്രി ഞാൻ കണ്ടു. ഏ? കൂടെ ആ കുട്ടിയുണ്ട്. അവക്കറിയില്ലെന്ന് പറഞ്ഞ ആ കുട്ടി. ഒന്നിങ്ങോട്ട് വരണം, നമുക്ക് ഗായത്രി ഒന്ന് കാണണം. ഞാനിവിടെ ഹൈവേയിലുള്ള പമ്പിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അയ്യോ, അരമണിക്കൂറാവും ഞാൻ എത്താൻ. ആ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ. ശരി. ഹലോ, ആരുമില്ല ഇവിടെ? ഹലോ, ഇവിടെയെങ്ങും ആളില്ല. എപ്പോ വന്നാലും ആളുണ്ടാവില്ല. ഇനി പുറത്തു പോയിട്ട് വന്നു കാണില്ലേ? 1 മണിക്കൂർ കഴിഞ്ഞില്ലേ ഞാൻ അവരെ കണ്ടിട്ട്? അല്ല, നിങ്ങള് ആരാ? ഈ വീട്ടിലെ ആളിനെ കാണാൻ വന്നതാ. അവരിവിടുന്ന് പോയല്ലോ. താമസം മാറി പോയതാ. എപ്പോ താമസം മാറി? മിനിഞ്ഞാന്ന് രാത്രിയിൽ ആപ്പയില് വീട്ടു സാധനങ്ങളെല്ലാം കെട്ടിക്കൊണ്ട് പോയി. അപ്പോഴാ സ്ഥലം വിട്ടതാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. എങ്ങോട്ടാ അവര് പോയത്? അതൊന്നും അറിഞ്ഞുകൂടാ. ആരോടും ഒന്നും പറയാതെയാ പോയത്. അത് തന്നെയല്ല, ഇവിടെ ആരുമായിട്ട് ഒരു സഹകരണമില്ലായിരുന്നു. പോയത് നന്നായി.
വിശേഷങ്ങള് ഉദയവർമ്മയോട് പറഞ്ഞോ? അങ്ങനൊരു പതിവില്ല. പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഫോൺ നമ്പറുകൾ എഴുതിയ പഴയ ബുക്ക് പരിശോധിക്കാം ഞാൻ. അതിൽ നിന്ന് അവരുടെ ആരുടെങ്കിലും നമ്പർ കിട്ടുമോ നോക്കാം. അതൊരു ഐഡിയ. പക്ഷെ ബുക്കിൽ കാണുന്നില്ല. ആ, ആളുടെ ഫോണില് ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ച നമ്പറുണ്ട്. അതെങ്ങനെയെങ്കിലും എടുക്കണം. അങ്ങനെ ചെയ്യുന്നതൊരു മോശമാ. എങ്കിലും എടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ഉദയവർമ്മയുടെ ഫോൺ താൻ കൈകാര്യം ചെയ്യാറുണ്ടോ? ഇല്ലില്ല, അതൊന്നും ഇഷ്ടമല്ല. ശരി, വെക്കുകയാണേ. ആഹാരം എടുക്കണോ? എന്താ ഇന്ന് അത്താഴില്ലേ? ഉണ്ട്. ചിലപ്പോ വേണ്ടെന്ന് പറയാറുണ്ടല്ലോ, അതാ ചോദിച്ചത്. ഇന്ന് ആഹാരം വേണം, പക്ഷെ കുറച്ച് കഴിഞ്ഞു മതി.